ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും അവളിപ്പോൾ എന്തെന്ന് മാറ്റിയിട്ടൊക്കെ ഇൻട്രോടെ വന്നിക്കാണ്. ഇൻട്രോ ഒന്നുമല്ല മക്കളെ, ഞങ്ങളിന്ന് വടകരക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വടകരക്ക് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ ആക്കുന്നുണ്ട് കേട്ടോ. അവിടെ എത്തിയില്ല വിശേഷങ്ങൾ വേറെ വീഡിയോയിൽ വരും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിതാ പോകാൻ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാനെല്ലാം മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ട ചുരിദാറിൻ്റെ എന്നാലും ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചത് നമ്മൾ പെരുന്നാൾക്ക് എടുത്തതേനു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഇട്ടിക്കണേ. മാല പുതിയതാണ് കേട്ടോ. ഇഷ്ടമായ ലൈക്ക് അടിച്ചണേ. അടിപൊളിയല്ലേ? എനിക്കിഷ്ടമായിട്ട് അത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അത്. അപ്പോൾ ഞെക്കയും കുട്ടികളൊക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട. കൂടാതെ ഫസ്റ്റായി കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്, അതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്നൊക്കെ അങ്ങ് പൊട്ടി ചെയ്യുക. പിന്നെ നമ്മൾ ലൈവ് ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവിൽ വന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ ലൈവ് ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫിലു ഷൂ ഇട്ടിട്ടില്ല, ഷൂടണം. ഉപ്പിട്ടെടുക്ക്. എന്നാ വാ, അമ്മച്ചിട്ടരാ വാ വാ. അങ്ങോട്ട് വരാൻ ഇങ്ങോട്ടാ. ഇപ്പൊ പോവൂല ഇങ്ങോട്ടാ. ഫിലു മാറ്റുന്ന തിരക്കാട്ടെ ഗൈസ്. കയറട്ടെ വണ്ടി. അപ്പം ഇനി നമ്മൾ ഫിലുവിന് ഷൂ ഇട്ടെടുക്കാൻ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് ആൾക്കാരെ കാണുന്നുണ്ടോ? പറച്ചിലേ കേട്ടിട്ടുണ്ടോ? എവിടക്ക പോണേ? എവിടേക്ക്? എന്റെ ഫിലുതാ നല്ല മൊഞ്ചൊക്കെയായിട്ടുണ്ട്. മുത്തുമാലൊക്കെ ഇട്ടിട്ടുണ്ട്. മുടിമൊക്കെ ഇട്ട് അവള് വെള്ളം കുടിച്ചാൽ റെഡിയായി നിൽക്കുന്ന കേട്ടോ ഗേസ്. അത് മിടിയും കുപ്പായൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ. അവൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ എടുക്കാൻ പോകാൻ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. പോയിട്ട് വരാം. ഓക്കെ, പോകുമ്പോഴേ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഗേസ് പോയപ്പോ പീടിയിലെല്ലാം കയറിയിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങിക്കോട്ടെ, വാങ്ങിയത് കാണിച്ചു കൊടുത്തോ. ഇച്ചിതാ മാങ്ങ വീട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ കാണിച്ചെടുത്താ മാങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ചപ്പാത്തി വാങ്ങിയാലേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചപ്പാത്തി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞങ്ങളെടുത്തില്ല എന്താ നെച്ചുകൂട്ടന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് വണ്ടിയിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നേണ്ടി വരില്ല. അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഇത് വേണം മാങ്ങോ. പിന്നെ നമ്മൾ വേറൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം. പൊട്ടാറ്റോ ബിസ്ക്കറ്റ്, സിപ്പപ്പ്. തിരൂർക്കാട് എത്തിയിട്ടോ. ഇപ്പൊ പോയോണ്ടിരിക്കുന്നുണ്ടോ. ചപ്പാത്തിയെല്ലാം വാങ്ങിയതിന് ശേഷം മഞ്ചേരി എത്തിയിട്ടോ. ഏകദേശം മഞ്ചേരി എത്തിയിട്ടുണ്ട്. കച്ചേരിപ്പടിയൊക്കെ എത്തി തുടങ്ങിട്ടോ. ഫുള്ള് വീഡിയോ ഉൾക്കൊള്ളിച്ചുന്ന ദിവസം എല്ലാ കുറി വടകരക്ക് പോകുന്നത് ഇങ്ങനെ കാണിക്കില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളിൽ എത്തിയത് അങ്ങനെ കാണിക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ. മഞ്ചേരി ടൗണ് ഏകദേശം ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ കേട്ടോ. ഞാനിവിടെ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ നേരെ പോകട്ടെ.
ഇവിടുണ്ടേ സ്റ്റാൻഡിൻ്റെ അടുത്തുണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇതാ കുറച്ച് മിഠായി എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്, മിഠായി വാങ്ങാനൊരു കാരണമുണ്ട് കേട്ടോ. ഇവിടെ എന്തോ കുട്ടികളെ ചെറിയ പീടിയ കച്ചവടം എല്ലാം തുടങ്ങി വടകരയാൽ. അപ്പോൾ ഞങ്ങളതിക്ക് കുറച്ച് മിഠായി എല്ലാം വാങ്ങിക്കൊടുക്കാതി കണ്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഇതാ മിഠായി കടയിലെത്തിയിട്ടോ. ഹോൾസെയിലായിട്ട് വിൽക്കുന്ന കടയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് മിഠായികളൊക്കെ എടുക്കാൻ കരുതി കണ്ടു വന്നതാണ് കേട്ടോ ഗേസ്. ഇതാ പല മിഠായികളുണ്ട്. അപ്പോൾ ഞാൻ കനഡ വന്നതാ കാണാത്ത ഓരോ മിഠായികളുണ്ട്. ഗുളിക മിഠായിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കനഡ എടുത്തോന്നല്ലേ എനിക്കറിയാൻ വേണ്ട. എന്നതൊക്കെ ഉപയോഗിച്ച് കഴിയുക ഓരോ സ്കൂൾ തുറന്നാലും മിഠായി കഴിയൂല എന്നിട്ട് അതൊന്നും വേണ്ടായിരുന്നുണ്ടോ. അതിൻ്റെ തിരുപ്പ മിഠായി പല ജാതി മിഠായികളുണ്ട്. അത് കാണുമ്പോൾ എന്തോ ഒരു പഴയ ഓർമ്മയിലേക്ക് പോട്ടോ. കുറച്ചൊക്കെ മിഠായി കണ്ട പിന്നെ കുറേയൊക്കെ ഇപ്പോൾ പുതിയ ഇറങ്ങിയതും ഉണ്ട് കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് മിഠായികളുണ്ട്. പഴയ മിഠായികളാട്ടോ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണ് ആ തിരുപ്പ മിഠായിയെല്ലാം എടുത്തോടുന്നത് കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമായി കണ്ടപ്പെട്ടോ. പിന്നെ അതേപോലെ ഇതാ പുളിയച്ചാറ് പണ്ട് നമ്മൾ വാങ്ങി തിന്നിന് ആ നീലല്ലേ, നീലക്കൂട് ഒക്കെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഇക്കാനോട് ഞാൻ അതങ്ങ് തീർക്കണ്ട, അത് ഞാനങ്ങ് തിന്ന് തീർക്കുന്നതാണ്. അതിലേക്കറിയാം അത് ഞാനങ്ങ് തീർത്തരുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ എത്തിയാൽ എന്താക്കാര അവസ്ഥ എന്നറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഏതൊക്കെ മിഠായി വാങ്ങേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്തൊക്കെ നോക്കി ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ എടുത്ത് വെച്ചാൽ കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. അപ്പം ഇനി കുട്ടികൾക്ക് സന്തോഷമാവും കുറേ മിഠായി എല്ലാം കാണുമ്പോൾ. തിരുപ്പ് മിഠായി അതും ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവർ. ഇനി അതെല്ലാം ഒരു കവറിലിട്ടോ മണത്തൂക്കുന്ന പോലെ. ഇതെന്താന്നില്ലേ ഓലൊന്നും ഇപ്പോൾ എടുത്തൊന്നുമില്ലല്ലോ. ഓല കടയിത്തോലാണെങ്കിൽ എന്താ പാത്തു ഞാൻ സൗണ്ട് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പാത്തുണ്ട് കേട്ടോ. ക്ഷമിച്ചോളൂ നിങ്ങൾ എല്ലാവരും രക്ഷയല്ല. ഇതൊക്കെ എമ്മിലി മിഠായിയും പുളി മിഠായിയും ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രെഡ് അങ്ങനത്തെ ഒക്കെ ഹോൾസെയിലായതുകൊണ്ടേ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കേട്ടോ. അപ്പോൾ നിശ്ചയം ഏതോ ഒരു മുട്ടായി വേണം തന്നെ. അപ്പോൾ പറഞ്ഞേ ഒന്നും അങ്ങനെ തരൂല കുഞ്ഞാറിന്. ഇതാ ഓടക്കോലൊക്കെ അതൊരു കെട്ട് കണക്കിന് ഇരിക്കും. ഇതൊക്കെ കെട്ട് കണക്കിനൊക്കെ ആരോല് കൊടുക്കുക കേട്ടോ. അല്ലെ പമ്പേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഫിൽസിൻ്റെ ഒച്ചയുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമല്ലേ അറിയാം. ഫിലൊന്നും എൻ്റെ അടുത്ത് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്കെ പൈസ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ ഗൈസ്. അങ്ങനെ മുട്ടായെല്ലാം വാങ്ങി കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന കേട്ടോ. വണ്ടി കയറിയ പാട് പാത്തങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പം നീച്ചുകുട്ടൻ്റെ ഞാൻ പറഞ്ഞു നീച്ചുകുട്ടൻ്റെ മടിയിൽ വെച്ചോ കാല് എന്നെല്ലാം പറഞ്ഞ് വേണ്ടി നീക്കി വെച്ചോ. അപ്പം നീച്ചോ എനിക്ക് ഉറങ്ങണം എന്ന് കണ്ട് ഇടങ്ങാറാക്കുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ വടകര പോയിക്കൊണ്ടിരിക്കും. അവിടെ ഏകദേശം എത്താനാകുമ്പോൾ ഇനി ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തട്ടെ. ഇനി ഫുള്ള് എടുക്കൂല. പാത്ത് ഉറങ്ങാകുമ്പോൾ ഗതികേടാണ് വീഡിയോ എടുക്കാൻ കേട്ടോ. അങ്ങനെ കൂട്ടുകാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അങ്ങനെ കൂട്ടുകാരെ ഇക്കാക്കിപ്പോൾ ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മളെ നാടെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ഇക്കാൻ്റെ നാടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കിപ്പോൾ നമ്മൾക്കാണെങ്കിലും നമ്മളെ നാട്ടിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷമാവുമല്ലോ അല്ലേ. കുറേ ദിവസം അവിടെ ഇല്ലാതെ പിന്നെ അവനാൻ്റെ നാട്ടിലെത്തുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ നാടെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിവിടെ എത്തിയപ്പോൾ അങ്ങ് എടുക്കൽ തുടങ്ങി. എന്താ അറിയും നമ്മളെ മനസ്സിനൊരു സമാധാനം സന്തോഷമൊക്കെ വരുന്നൊരു സമയമാണല്ലോ അവനാൻ്റെ നാട് അവനാൻ്റെ വീട് എന്നത്. അപ്പോൾ അങ്ങനെ ഇക്കയും നിച്ചുമോനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ പാത്തൂസ് ഉറങ്ങിക്കേന് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ അതേ കാരണം കേട്ടോ. നേരത്തെ ഒന്ന് എടുക്കഴിഞ്ഞാൽ അതേ ഓളം ഉറങ്ങിയിട്ട് എനിക്ക് എടുക്കാൻ ഗതികേടായിട്ടോളം മടിയിൽ തന്നെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്ന് വരുമ്പോഴും ഇടുന്നതല്ലേ കരുതി. പിന്നെ ഞാൻ എൻ്റെ നാടൊക്കെ എത്തുമ്പോൾ പിന്നെ ആ ഒരു സന്തോഷമുള്ളത് അങ്ങ് എടുക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. വെക്കാറിന് തലവേദനിക്കുന്നുണ്ട്. നല്ല വെയിലാണ്. ഞങ്ങൾ ഇന്ന് മദ്രസ് വിട്ടേക്കനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഇക്കാക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ പീടിയൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഇടത്തേക്ക് റോഡ് വരുന്നുണ്ട് കേട്ടോ. അതിലങ്ങ് തിരിഞ്ഞ് പോവുക കാര്യം ചെയ്യുക. ഇതാ ഈ റോഡിന് അങ്ങ് കയറും കേട്ടോ. ഇവിടെ എത്തുമ്പോൾ എനിക്കും തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ. ഇവിടെ എത്തിയാൽ നമ്മൾ വീടെത്തിയാലോ ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ ഒരു വലത്തേക്ക് ഒരു 2 വീട് 4-5 വീട് കഴിഞ്ഞാൽ നമ്മളെ വീടാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നിങ്ങൾ മറക്കാതെ നമ്മളെ വീഡിയോ ഒക്കെ ഒരു ലൈക്കാൻ കടിച്ചു കേട്ടോ കാണുമ്പോൾ തന്നെ. അങ്ങനെ പാത്തൂസിനെയും നിച്ചൂസിനെയൊക്കെ വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മളെ വീടെത്താനായിക്ക്. നിച്ചു ഒന്ന് ഉറങ്ങും പിന്നെ ഒന്ന് എണീക്ക് എത്താനായോ എന്ന് ചോദിക്കും. എനിക്ക് കളിക്കാല ധൃതിയുണ്ട് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കൂട്ടുകാർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അവനെ കൊണ്ട് ഓൻ എൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ചെയ്യൂല കേട്ടോ. മറ്റേ വീട്ടിലാണെങ്കിൽ ഇനി ഫിലിമിനൊക്കെ ഇടങ്ങാറാക്കി കൊണ്ടിരിക്കുകയല്ലേ. കാരണം ഇവിടെ എനിക്ക് കളിക്കാൻ ആളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും അറിയേ വേണ്ട കേട്ടോ. അങ്ങനെ ഗൈസ് ദാ നമ്മളെ വീട് ഇവിടുന്ന് നോക്കിയാൽ കാണും കേട്ടോ. ആ ദാർപ്പായി കെട്ടിയ വീട് നിങ്ങൾ കണ്ടോയെന്നറിയില്ല. ജസ്റ്റ് ഇതാ ഇനി നമ്മൾ മുന്നിൽ കയറും. അപ്പോൾ ആരൊക്കെ വരികയെന്നില്ല ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വീട്ടിലെത്തുമ്പോൾ ആരാണ് നമുക്ക് വാതിൽ തുറന്നു തരാൻ വരികയെന്നില്ലതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ട് കേട്ടോ. കുട്ടികളുണ്ടാവും അവിടെ എന്നുള്ളതൊക്കെ
ഞങ്ങൾ വരിക പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഓലൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും, അങ്ങനെ കാണിച്ചു തരട്ടെ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടി മേലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ വീട് കേട്ടോ. നമ്മളെ വീട് ഫുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ആ പൂച്ച ഉണ്ട് അവിടെ വോയിസ് എടുക്കുമ്പോൾ മോളുണ്ട് അടുത്തിട്ട്. അപ്പോൾ പൂച്ച വരുന്നതിൻ്റെ അവൾക്ക് പേടിയായിക്ക്. അങ്ങനെ ഇപ്പോൾ ഇതാ നിച്ചുവിൻ്റെ കൂട്ടുകാരാണ് ഇതൊക്കെ കേട്ടോ. ഇവരൊക്കെ കണ്ടിട്ടാണ് ഓന് അവിടെ നിന്നിട്ട് ഒരു നിൽക്കപ്പുറത്തില്ലാതെ നിൽക്കുന്ന കേട്ടോ. മലപ്പുറത്ത് ഞാനിവിടെ റെനുവിൻ്റെ കൂടെ പോയിക്കൊണ്ട് മദ്രസ്ക്ക് നടക്കിടക്കഞ്ഞോട് പറയട്ടോ. പാച്ചു റെനെല്ലാം നോക്കി. ഇതാണ് നമ്മളെ റെനാസ് വ്ലോഗിൻ്റെ കുട്ടികൾ കേട്ടോ. നമ്മളെ ലൈവ് കാണുന്ന ലൈവിൽ വരുന്നതിൽ ഇവളും ഉണ്ടാകലുണ്ടല്ലോ. അപ്പോൾ ഇവളെ കുട്ടികളാണ് ഈ 3 കേട്ടോ. റെനാസ് വ്ലോഗ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇതാ ഇക്ക ഭക്ഷണം കഴിക്കുന്ന കേട്ടോ. ഇന്ന് എന്താ ഉമ്മ ഉണ്ടാക്കി കറി, നല്ല പുളിശ്ശേരി, മാങ്ങാ പുളിശ്ശേരിയാണ് കേട്ടോ. മാഷാല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനത് കണ്ടേക്കാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ അടിപൊളിയാണ്. മാഷാല്ല. അങ്ങനെ ഇക്കതാ ഭക്ഷണം കഴിച്ചു. നല്ല ചക്കക്കുരും പിന്നെ നമ്മളെ കർമൂസ ഇട്ടിട്ടില്ല കറി. ഉമ്മാൻ്റെ കറി പറഞ്ഞാൽ അത് വേറെ ലെവലാട്ടോ. മാഷാല്ല. പപ്പടം പൊരിച്ചതും പുളിശ്ശേരി, നമ്മളെ ചക്കക്കുരും ഇതിൻ്റെ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇക്കതാ മുട്ടായി കച്ചവടം നടത്താൻ പോവാണ്ട് ഗൈസ്. ഓളാണ് വീഡിയോ അവിടെ കയറണ്ട, എല്ലാരും ഇങ്ങോട്ട് മേലെ കയറിക്കോളി. മേലക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. ഇതെന്ത് മുട്ടായിയാ? ഇതെന്ത് മുട്ടായി? അങ്ങനെ കൂട്ടുകാരെ ഞങ്ങളിതാ മുട്ടായി കച്ചവടം എല്ലാം നടത്തിയതിന് ശേഷം ഉമ്മതാ വൈകുന്നേരം നല്ല നാടൻ കോഴി കറി വെക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ കോയിനെ പിടിച്ചിടുന്ന കേട്ടോ ഇറക്കാൻ കൊടുക്കും. കൂട്ടുകാരതാ എല്ലാം കോഴിക്കറി നല്ല പത്തിലാക്കിയതിന് ശേഷം ഞങ്ങൾ രണ്ടാൾ ഇവിടെ വന്നിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോ ഇന്നലെ വൈൻഡപ്പ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾ ഇന്ന് ഒഴിഞ്ഞ് പോകുന്നതാട്ടോ. ഞാനും ഫിലു അടക്ക ഭയങ്കര തിരക്കാട്ടോ, കുട്ടികളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഫിലുവിന് ഇതാ മുട്ടായി കടയിൽ സിപ്പപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സിപ്പപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ വന്നേണേ. ഇന്നലത്തെ ഞങ്ങളെ യാത്ര അതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇക്കാൻ്റെ മുട്ടായി കച്ചവടം, ഇക്കും കുട്ടികളും കൂടി ഇവിടെ മുട്ടായി എല്ലാം ഇക്ക കൊടുന്നു കൊടുത്തതെല്ലാം റെഡിയാക്കി പീടികയിൽ വെച്ച് കച്ചവടം, അതുപോലെ തന്നെ അത് വാങ്ങിത്തുന്നത് നല്ല രസമാണ് കേട്ടോ. അതിന് ശേഷം ഉമ്മാൻ്റെ കോയിനെ പിടിച്ചുകൊണ്ടുപോകലും പിടിച്ച് അർക്കാൻ കെട്ടിയെല്ലാം കൊടുത്തിക്ക. അതിന് ശേഷം പീടികയിൽ കൊണ്ടുപോയി അർപ്പിച്ച് കൊടുന്ന് അതിന് ശേഷം നമ്മൾ ചിക്കൻ കറിയും പൊരിച്ച പത്തിലും പിന്നെ ചപ്പാത്തിയും പൊറാട്ടയും അതെല്ലാം ഉണ്ടാക്കി കഴിച്ച് റിയാസിൻ്റെ അതേപോലെ ഫ്രണ്ടും അതേപോലെ റാഷിൻ്റെ ഇളയച്ചനും ഇക്ക എല്ലാവരും കൂടി ഇരുന്ന് ചായ എല്ലാം കഴിഞ്ഞ് ഇന്നലത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മാഷ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് അപ്പോൾ റാഹത്തായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ കണ്ട് അതിൻ്റെ വീണ പിറ്റേന്നാണ് കേട്ടോ. വീഡിയോ ഇത്ര തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പം ഇനി നമ്മൾ നാളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇവിടുത്തെ വീഡിയോ കൊണ്ട് തന്നെ വരണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഇവിടുത്തെ എല്ലാവർക്കും ഒരു ടാറ്റ എടുത്ത മുത്തുമണി. സിപ്പപ്പ് തിന്നാ പറഞ്ഞ ആര് തന്നെ അറിച്ചു കൊടുത്തതാ. ബൈ ബൈ, അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ, സീ യു.